1993 ജൂലൈ 29 രാത്രി ഒരു 8-8:30 അടുപ്പിച്ച സമയമാവുന്നു. ഇടപ്പാളിലെ തന്റെ വീട്ടിലിരുന്ന് ചേകന്നൂർ മൗലവി തന്റെ അടുത്ത പുസ്തകത്തിനുള്ള എഴുത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഹവ്വ ഉമ്മ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കൈ വെച്ചിട്ട് കിടക്കാനുള്ള ഒരുക്കത്തിലാണ്. പെട്ടെന്നാണ് കതകിലാരോ മുട്ടുന്നത് കേൾക്കുന്നത്. മൗലവി കതക് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് പരിചിതമായ ഒരു മുഖമാണ്. ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. മൗലവിയുടെ ആശയങ്ങൾ ആകൃഷ്ടനായി കോഴിക്കോടുള്ള ഒരു പള്ളിയിൽ ഒരു ഖുർആൻ ക്ലാസ് എടുക്കണമെന്ന ആവശ്യമായിട്ടായിരുന്നു അദ്ദേഹത്തെ ഈ ചെറുപ്പക്കാരൻ സമീപിച്ചത്. അതിന് മൗലവി സമ്മതിക്കുകയും ചെയ്തിരുന്നു. ആ പരിപാടിക്കായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നതിനായിട്ട് ഇന്ന് വരുമെന്നാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിരുന്നത്. പക്ഷേ 8 മണിയായിട്ടും ഈ ചെറുപ്പക്കാരനെ കാണാത്തത് കൊണ്ട് ഈ പരിപാടി ക്യാൻസലായി എന്നാണ് മൗലവി വിചാരിച്ചിരുന്നത്. അത് ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നതാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയത്തോട് എതിർപ്പുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് സമുദായത്തിൽ. അവർ ഒരുപക്ഷെ താനൊരു ഖുർആൻ ക്ലാസ് എടുക്കുന്നതിനെ എതിർത്തിട്ടുണ്ടാവാം. അത് കാരണം പരിപാടി ക്യാൻസലായിരിക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അദ്ദേഹം സന്തോഷമായി. തന്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന് ഒരു ചാൻസ് വിട്ടുകളയുന്ന വ്യക്തിയല്ല ചേകന്നൂർ മൗലവി. ഈ ചെറുപ്പക്കാരൻ വന്ന ജീപ്പ് മൗലവിയുടെ വീട്ടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് മൗലവി കാണുന്നുണ്ട്. അതിൽ ചാരി നിൽക്കുന്ന ഡ്രൈവറെയും അദ്ദേഹം കാണുന്നുണ്ട്. അന്ന് തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞ് അവരോടൊപ്പം പോയ മൗലവിയെ പിന്നീട് ജീവനോടെയോ അല്ലാതെയോ പുറം ലോകം കണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്ന് 32 വർഷങ്ങൾക്ക് ശേഷവും ചേകന്നൂർ മൗലവിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുന്നു.